പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സ്മൃതി പദത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിദ്യാലയത്തിലെ ആദ്യ വിദ്യാർത്ഥിയായ മുഹമ്മദ് കെ. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ കാതോർക്കാം. എൻ്റെ പേര് മുഹമ്മദ്. എന്നെ എല്ലാവർക്കും ഇവിടെ അറിയാവുന്നതാണ്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഈ പരിസരത്ത്, ഈ പൊയിലങ്ങപ്പറമ്പ് പൂച്ചക്കട പരിസരത്ത് ജനിച്ചു വളർന്നതാണ്. ഈ ഹമദാനിയ സ്കൂളിൽ ഒന്നാമത്തെ അഡ്മിഷൻ എന്നുള്ള നിലക്ക്, ഒന്നാമത്തെ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ നിൽക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഒരു 49 വർഷങ്ങൾക്ക് മുമ്പ്, 49 വർഷം, ഇപ്പം 50ാമത്തെ വാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കാനുള്ള തീരുമാനത്തിലെത്തിയേക്കണത്. അപ്പോൾ 49 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിസര പ്രദേശത്ത് ഉള്ള കുട്ടികളിൽ ഒന്നാമതായിട്ട് ഈ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അതിൽ ഞാൻ സന്തോഷവാനാണ്. അതിനേക്കാളുപരി ഒരുപാട് ഈ 49 വർഷത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ പരിസരത്ത് ഉണ്ടായിട്ടുണ്ട്. നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്കും ഇവിടെയുള്ള എല്ലാവർക്കും നോക്കി കാണാവുന്നതാണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അന്ന് ഞാൻ ആദ്യം ഇവിടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഈ ഇത്രയും വലിയ സൗകര്യങ്ങളോ ഇത്രയും ക്ലാസ് റൂമുകളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഇവിടെ വളരെയധികം ഇത് പുരോഗമിക്കുകയും എല്ലാ നിലക്കുള്ള എല്ലാ പുരോഗമനങ്ങളും, സ്കൂളുകൾ, ക്ലാസ് റൂമുകൾ, ടീച്ചേഴ്സ് എല്ലാം വളരെയധികം ആധുനിക സംവിധാനത്തോട് കൂടിയിട്ടുള്ള ക്ലാസ് രീതികളൊക്കെ എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വളരെയധികം ഉന്നതിയിൽ തന്നെയാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഞാനിവിടെ ഈ ക്ലാസ്സിലേക്ക്, 1ാം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ലൈല ടീച്ചർ, റഹീമ ടീച്ചർ, പ്രീതി ടീച്ചർ, നമ്മുടെ സത്യം മാഷ്. പിന്നെ അന്ന് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെയധികം ഉണ്ട്. ഇസ്മായിൽ മാഷ്, ഇവിടുത്തെ ഹെഡ്മാഷായിരുന്നു. വളരെയധികം ഇതിനെ ഉന്നതിയിലേക്ക് നയിക്കാൻ അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ വളരെയധികം നല്ല സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരികപരമായിട്ടുള്ള കൊടുങ്ങല്ലൂരിൻ്റെ മേഖലകളിൽ അദ്ദേഹം നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഓർമ്മയിലിപ്പോൾ വരുന്നത്, അതായത് നമ്മൾ ഈ സ്കൂൾ തുടങ്ങുന്ന ഈ സ്കൂൾ ഇതിങ്ങനെ വെറുതെ ഒരു പള്ളി ഉണ്ടായിരുന്ന മദ്രസ അങ്ങനെ നടന്നതാണ്. അപ്പോൾ സ്കൂൾ ഇവിടെ സ്കൂൾ തുടങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ പിന്നോക്കം നിൽക്കുന്നതും സാമ്പത്തികമായിട്ടും എല്ലാം നിലക്കും വളരെയധികം പിന്നോക്കം നിൽക്കുന്നൊരു ഏരിയ ആണല്ലോ. ഞങ്ങളൊക്കെ വളരെയധികം അന്നത്തെ ദാരിദ്ര്യം തന്നെയാണ്. അതൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ അന്നത്തെ ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സ്കൂളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ആൾക്കാരൊക്കെ വളരെയധികം പ്രശംസനീയമാണ് അന്നത്തെ ഉള്ള ആൾക്കാർ. പിന്നെ നമ്മളെ ഇതിൻ്റെയൊക്കെ ഗംഭീര പരിപാടിയായിരുന്നു അന്ന്. ഈ ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചാക്കിരി അഹമ്മദ് കുട്ടിയാണ് ഇതിന് കല്ലിടുന്ന സമയത്ത് അദ്ദേഹം വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇവിടുന്ന്, അന്ന് റോഡൊന്നുമില്ല, വഴികളാണ്. ആ സമയത്ത് നമ്മൾ പാലത്തിലൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ ആ മണ്ണൊക്കെ നമ്മൾ വളരെയധികം കൃത്യമായിട്ട് അത് കഴുകി ഒക്കെ വൃത്തിയാക്കിയിട്ടാണ് നമ്മളിവിടെ ഒരു ബഹുമാനപ്പെട്ട ഒരു മന്ത്രി നമുക്ക് ഇവിടെ വരുന്നത്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് അതൊക്കെ നല്ലൊരു ഓർമ്മകളാണ്. ഇവിടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഓർമ്മ ഉണ്ടാവും. അന്നൊക്കെ വളരെയധികം എല്ലാവരും നല്ലൊരു ഇതിലാണ് അന്ന് ഉണ്ടായിരുന്നത്, ഈ അന്നത്തെ ഒരു പരിപാടി, അന്നത്തെ കല്ലിടൽ കർമ്മം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഇന്ന് ഇപ്പം ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെയധികം ഏറ്റവും നല്ലൊരു ഉന്നതിയിലെത്തി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ അന്നത്തെ രൂപത്തിലുള്ള ക്ലാസ് രീതികളോ അങ്ങനെയുള്ളതൊന്നുമല്ല, എല്ലാം വളരെ ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ പോലെയല്ല ഇന്നത്തെ വിദ്യാർത്ഥികൾ. ഇപ്പോൾ എല്ലാ നിലക്കും കായികപരമായിട്ടും കലാപരമായിട്ടും വളരെയധികം ഉയർന്ന നിലവാരം പുലർത്തുന്ന കുട്ടികളുണ്ട് എന്നാണ് ഞാനിവിടെ അറിയാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നമ്മൾ എന്തായാലും ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടില്ല. നമ്മളിപ്പോൾ ഓരോ വെക്കേഷന് വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുമല്ലോ, എന്താണ് നമ്മളെ ഹമദാനിയുടെ സ്ഥിതി എന്താണ് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്.
ഇപ്പതേ ഇവിടെ 4 നില, എത്ര നില ബിൽഡിംഗ് ആണത്? 2 നില ബിൽഡിംഗ് ഉണ്ടാക്കണം, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഇവിടെ പഠിച്ചിരുന്ന ഒരുപാട് കുട്ടികൾ ലോകത്തിന്റെ തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തും പല പല മേഖലകളിലായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇപ്പൊ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇവിടെ നിന്ന് ഈ പരിസരത്തൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. മുമ്പത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരിസരത്തുള്ളതാണ്. ഇപ്പൊ ബസ് സർവീസ് ഇട്ടിട്ട് പുറത്തുനിന്നും ഒരുപാട് കുട്ടികൾ ഇവിടുത്തെ ഇതിന്റെ അറിഞ്ഞിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഏരിയയാണ്, നല്ല അധ്യാപകരൊക്കെ നല്ലതാണ്. പിന്നെ അതിലുപരി ഇവിടുത്തെ മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്ത് കാര്യശേഷിയും ഉള്ള ഒരു മാനേജ്മെന്റ് ആണ് ഇപ്പൊ ഇതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. അതിലൊക്കെ ഞങ്ങൾക്ക് പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ളതിലൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എല്ലാവരും ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ നിലക്കൊക്കെ എനിക്ക് പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ഇതിൻ്റെ 50ാം വാർഷികം ഇപ്പം ആഘോഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 50ാം വാർഷികം വളരെ അധികം നല്ല നിലയിൽ ആക്കി തീർക്കേണ്ടത് ഇവിടെയുള്ള എല്ലാവരുടെയും കടമയാണ്. അതിലുപരി പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നമ്മുടെയും കടമയാണ്. പൂർവ്വ വിദ്യാർത്ഥിയുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ട് അതും ഏറ്റവും നല്ല നിലയിൽ നടത്തണം. അതുകൊണ്ട് അതിൻ്റെ എല്ലാ നിലക്കുള്ള കാര്യങ്ങൾ ലോകം മുഴുവൻ അറിയണം. ഈ ഹമദാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ നിലക്കും അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.